പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡെയിലി മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യമാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. എക്സാം പ്രിപ്പറേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ തന്നെയാണ് നമ്മുടെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതും മുൻവർഷ ചോദ്യപേപ്പറുകളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഡെയിലി മുടങ്ങാണ്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്. നമ്മൾ ഈ ടൈം ടേബിളൊക്കെ തയ്യാറാക്കി പഠിക്കുന്നവരാണെങ്കിൽ മറ്റ് സബ്ജക്റ്റിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 1-2 മണിക്കൂർ മാറ്റി വെച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാകും. ഞാൻ PYQ സെക്ഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ലക്ഷ്യയുടെ 2021 മുതൽ 2023 വരെ നടന്ന എക്സാംസിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് ഈ ഒരു ബുക്കിലുള്ളത്. ഞാൻ ഏതൊക്കെയാണെന്ന് പറയാം. ഇതിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, പോലീസ് കോൺസ്റ്റബിൾ, ജൂനിയർ അസിസ്റ്റൻറ്റ്, LD ക്ലർക്ക്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, സെക്യൂരിറ്റി ഗാർഡ്, അതുപോലെ തന്നെ 2021 നടന്ന LD ക്ലർക്ക്, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, സൂപ്പർവൈസർ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, പിന്നെ വാരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള LD ക്ലർക്ക് എക്സാമുകളിലേക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനുണ്ട്. പക്ഷെ ഞാൻ ഇതിലൊരു 6-7 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇങ്ങനെയുള്ള ബുക്സ് മേടിച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ്, ആൻസേഴ്സ് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻസർ കീ മാത്രമല്ലാണ്ട് ആൻസർ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ടിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളത് ഈ ഒരു OMR ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് 2 കോംബോ ആയിട്ടാണ് മേടിച്ചത്. ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഇവിടെ ടാഗ് ചെയ്തേക്കാം. ഈ 2 മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാനുള്ള OMR ഷീറ്റ് ഇതിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു ഒറ്റ ഷീറ്റിൽ തന്നെ 2 ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബബിൾസ് ഉണ്ട്. അതായത് 200ഓളം ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 100 ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ 200ഓളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ ഷീറ്റിൽ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞാൽ തന്നെ 2 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇതിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിൽ നമുക്ക് വർക്ക് സ്പേസ് കൊടുക്കാനുണ്ട്. മാത്സിൻ്റെയൊക്കെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പേസും ഉണ്ട്. ഭയങ്കര യൂസ്ഫുള്ളാണ് ഇത്. ആദ്യമൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ബുക്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 to 100 വരെ എഴുതിയതിന് ശേഷം പിന്നെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ A ആണെങ്കിൽ A, B ആണെങ്കിൽ B, അങ്ങനെ എഴുതിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിന് വേണ്ടിയിട്ടും കൂടി കുറച്ചധികം ടൈം സ്പെൻഡ് ആകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം നമുക്ക് ഇതുപോലെ OMR ഷീറ്റ് മേടിച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റും ഉണ്ട്.